लाइक करो, फॉलो करो, सब्सक्राइब करो, शेयर करो, दबा के भर के। ഹലോ, ഞാൻ തുങ്കനാഥൊക്കെ ട്രക്ക് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി. കാരണം എനിക്ക് അതിൻ്റെ മുകളിലേക്ക് ഒത്തിരി പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ഉണ്ടാവില്ല ഫോണിൽ, പിന്നെ റേഞ്ച് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഇൻ്റർനെറ്റ് ഇല്ല, പിന്നെ കുറച്ച് അങ്ങനെ പ്രോബ്ലങ്ങൾ കാരണം ഞാൻ ഇനി ഉത്തരാഖണ്ഡിലേക്ക് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ചിലപ്പോൾ ഒന്നുകൂടി വരും. ആ സമയത്ത് ക്ലൈമറ്റ് ഒത്തിരി ചേഞ്ച് ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടേ ഞാൻ അവിടേക്ക് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് ഞാൻ ഇറങ്ങട്ടെ, നടക്കണം, ചലിക്കണം. ഓക്കെ, അപ്പോൾ റോഡിൻ്റെ ബ്ലോക്ക് മാറിയിട്ടുണ്ട്. പോകുന്ന വഴി കാണിച്ചു തരാം. മൊത്തം മണ്ണിടിച്ചിലാണ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കുക. മൊത്തം മണ്ണിടിച്ചിലാ. കാണിച്ചു തരാം കേട്ടോ. പോകുമ്പോൾ അടച്ച വണ്ടികൾ ബ്ലോക്കാണ്, കണ്ടോ. അപ്പോൾ രുദ്രപ്രയാഗിൽ നിന്ന് ഞാൻ ഇറങ്ങി. എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ബൈയാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത്. ആള് ഡെറാഡൂണിലേക്കാണ്. ഞാനിവിടുന്ന് ഹരിദ്വാറിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ പോകുന്ന വഴി എവിടെയെങ്കിലും ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ പഴയ ലൊക്കേഷൻ തന്നെ ഋഷികേശ്. പിന്നെ അറിയാമല്ലോ, ഞാൻ പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോൾ വണ്ടിയുടെ സൗണ്ട് കാരണം കേൾക്കൂല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഋഷികേശ് ഇറങ്ങണം. ഋഷികേശ് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകണം. അപ്പോൾ അതാണ് പ്ലാന്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം വണ്ടിയിലാണ്. അറിയാലോ, ട്രക്കിങ് ചെയ്തിട്ട് കാലൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലിഫ്റ്റ് പിടിക്കാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ ലിഫ്റ്റ് പിടിക്കില്ലായിരുന്നു. പയ്യെ പിന്നെ ലിഫ്റ്റ് തന്നതാണ്, എനിക്ക് എന്താ അറിയില്ല. വണ്ടി കൈ കാണിച്ചപ്പോൾ നിർത്തി. അപ്പോൾ എന്തായാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ, ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ ഈ പോകുമ്പോൾ റൈറ്റ് സൈഡിലൊരു നദിയുണ്ട്. ഞാൻ കാണുന്നില്ല, കാണുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. हाँ हाँ ये मुश्किल है। अच्छा അപ്പോൾ ഈ സൈഡിൽ നദിയുണ്ട്. അത് ഞാൻ കുറച്ച് കാണിച്ചു തരാം, കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. അളകനന്ദ നദി പയ്യ. അളകനന്ദ നദിയാണ്. ഞാൻ റിട്ടേൺ പോകുന്ന വഴിക്കാണ് ഞാനിത് പറയണത് കേട്ടോ. ഞാൻ റിട്ടേൺ പോവാണ്. അപ്പോൾ ഇത് ഈ കാണുന്നത് അളകനന്ദ നദിയാണ്. കോൺസ മന്ദിര പയ്യ? ധാരാദേവി. ഓ, ഇത് ധാരാദേവി മന്ദിരാണ് കേട്ടോ. ഇത് ഞാൻ വരുമ്പോൾ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇങ്ങനെ ഫോട്ടോ ഇത്രയ്ക്ക് നിർത്തിയിട്ട് എനിക്ക് ആള് നിർത്തി തന്നിട്ടോ പയ്യ. ഈ കാണുന്നതാണ് അളകനന്ദ. ഞാൻ നേരത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് അളകനന്ദ കേട്ടോ. ഇതാണ് നമ്മുടെ പയ്യ. ഓക്കെ, അപ്പൊ ഇതാണ് അളകനന്ദ കേട്ടോ നദി. കുറച്ച് നേരം ട്രാവൽ ചെയ്യട്ടെ. उत्तराखंड आओ घूमने, केदारनाथ बद्रीनाथ उत्तराखंड में घूमने आओ. बहुत अच्छा जगह है, साफ सुथरा, सब बहुत अच्छा इलाका है. आओ घूमो फिरो, देख के जाओ, पूरा देख के. साथ में हमारा 4 मासू हनोल महाराज भी है, क्यों नहीं के हिमाचल से टच है वो. 4 मासू है ना, 4 मासू का मंदिर है हनोल में. हिमाचल का टच है, हिमाचल के बॉर्डर पे टच है बिल्कुल. कौन सा मंदिर? 4 मासू चालदा मासू. इधर से जाएगा? इधर से नहीं, उधर से जाना पड़ेगा उसके लिए. देहरादून में. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പോകുന്നു ഗൈസ്. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞ് കാണാം. इसका रास्ता देखो, हमारे साथ बिठा दो. ഉത്തരാഖണ്ഡിലെ മണ്ണിടിച്ചിലാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളും കാര്യങ്ങളൊന്നും കടത്തി വിടില്ല. അപ്പോൾ മൊത്തം ബ്ലോക്കാണ്. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഇവിടെ കിടക്കേണ്ടി വരും, കാരണം മണ്ണൊന്നും മാറ്റിയിട്ടില്ല. നല്ല ബ്ലോക്കുണ്ട് ഇവിടെ. ഇപ്പോൾ നേരത്തെ ഓൾറെഡി ഞാനൊരു 2 മണിക്കൂറോടെ ബ്ലോക്ക് കിട്ടിയിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ അടുത്തത് വേറൊരു ബ്ലോക്കും കിട്ടി. അപ്പോൾ ഉത്തരാഖണ്ഡിലേക്ക് വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. നല്ല മണ്ണിടിച്ചിലുണ്ട്. മഴയൊന്നുമില്ല, പക്ഷെ നല്ല മണ്ണിടിച്ചിലാണ് കേട്ടോ. आंटी और बोल यार श्रीनगर जाने के लिए.
इसको पीछे भेजो, ओवरटेकर इसको लास्ट में भेजो। इसको पीछे वाला ही नहीं बस वाला दिखाई दे रही थी भाई, पत्रकार भी आ गए। റോഡ് സൈഡ് മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് കിടക്കുന്നു. അപ്പൊ നമ്മള് പ്രയാഗ് എത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ പ്രയാഗ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 1073 കിലോമീറ്റർ എന്തോ ഉണ്ട് ഋഷികേശിലേക്ക്. ഋഷികേശിലേക്ക് ഒരു 73 കിലോമീറ്റർ ഉണ്ട്. ഈ നേരെ പോകുന്നത് ഋഷികേശിലേക്കാണ്. ഋഷികേശ് ഡെറാഡൂൺ കേട്ടോ. ഡെറാഡൂണിലേക്ക് അവിടെ നിന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് ഉണ്ട്. പിന്നെ റോഡ് മൊത്തം ഇടിഞ്ഞു പോകുന്നതുകൊണ്ട് പതുക്കെ പോവുള്ളൂ. പിന്നെ ഓരോ സ്ഥലത്ത് ബ്ലോക്കാണ്. അപ്പോൾ ന്യൂസിലൊക്കെ എനിക്ക് അറിഞ്ഞൂടാ, ന്യൂസിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മഴ ഇല്ല. പക്ഷെ ലാൻഡ് സ്ലൈഡിൻ്റെ നല്ല പ്രശ്നമുണ്ട്. മണ്ണ് ഇടിഞ്ഞ് വീഴുന്നത് കണ്ട. ഇതൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് വീണിട്ട് ക്ലിയർ ആക്കിയതാട്ടോ. വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ക്ലിയർ ആക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇവിടെ ഒരു കൂടുതൽ സ്റ്റിങ്ങാണ് കുടിക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിന് മുന്നേ ട്രാവൽ ചെയ്യുമ്പോൾ ആളും സ്റ്റിങ് ആയിരുന്നു. കാരണം ഇവർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇതാവും കുറച്ചും കൂടി ബെറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു എനർജി ഡ്രിങ്ക് പോലെ. ഇത് കണ്ടോ, അതൊക്കെ ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇടിഞ്ഞ ഭാഗങ്ങളാണ്. ഇതൊക്കെ ക്ലിയർ ആക്കിയതാണ് കേട്ടോ ഇപ്പോൾ. പക്ഷെ നമ്മൾ മുന്നേ കണ്ടതൊക്കെ നന്നായിട്ട് പൊളിഞ്ഞ് കിടക്കുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പം ഇനി ഒത്തിരി ദൂരമുണ്ട്. 2 മണിക്കൂർ ട്രാവൽ ചെയ്യട്ടെ. ഞാനും പയ്യനും കൂടിയിട്ട് ബ്രെഡ് ഞാൻ ഇന്നലെ മേടിച്ച ബ്രെഡാണ്. അപ്പം ഞാനും പയ്യൻ കൂടിയിട്ട് ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതാ പയ്യ. പിന്നെ സ്റ്റിങ് ഉണ്ട്. പയ്യ സ്റ്റിങ് മേടിച്ചെന്നു. അപ്പോൾ സ്റ്റിങ് കുടിച്ചുകൊണ്ടിരിക്കുക. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ആള് രാവിലെയും കഴിച്ചതാണ്. ഞാനും ഇതുപോലെ തന്നെ ബ്രെഡ് രാവിലെ കഴിച്ചതാണ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്ര നേരമായിട്ട് നമ്മുടെ വണ്ടിക്ക് പ്രശ്നമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം വണ്ടിയുടെ കാര്യം നോക്കുമായിരുന്നു. വൈപ്പറും ഹെഡ്ലൈറ്റും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ രാത്രി മഴയൊക്കെ ആയതുകൊണ്ട് റിസ്ക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഒന്നും ചെയ്തൊന്നുമില്ല. കാരണം നമുക്ക് വണ്ടിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ ശരിയല്ല. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. വണ്ടി നന്നാക്കിയിട്ട് ഇനി ആളെ പറഞ്ഞു വിടണം. ഞാൻ എൻ്റെതായ പാട്ടിന് പോകണം. ഓക്കെ, ബൈ. ഇതാണ് നമ്മുടെ പയ്യ കേട്ടോ. ഇവിടെ ഇപ്പം മാനിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ആ ഫ്രണ്ടിൽ പോകുമ്പോൾ പെട്ടെന്ന് ഇരുട്ടായതുകൊണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡെറാഡൂണിലേക്ക് പോയപ്പോൾ. അപ്പോൾ മാനിനെ കണ്ടുപോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. രാത്രിയാണ്, 8-9 മണിയൊക്കെ. ഇനി പോകുന്ന വഴിക്ക് കാണാൻ ചാൻസ് ഉണ്ട്, നോക്കണം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ട്രാവൽ ചെയ്തിട്ട് രാത്രി 12 മണിയൊക്കെ ഡെറാഡൂണിലെത്താൻ. ഡെറാഡൂണിലെത്തി ഇവിടെ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. എണീറ്റു രാവിലെ 5 മണിയായപ്പോൾ എണീറ്റു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മസൂരിക്ക് പോകാനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്തത്. മസൂരിക്ക് പോകാൻ വേണ്ടിയിട്ട് ആ റൂട്ടിലേക്ക് പോകണം. അപ്പോൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ മസൂരിക്ക് പോകാനുള്ള പരിപാടിയാണ്, അതാണ് പ്ലാന്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഹിമാചലിൻ്റെ ബോർഡറാണ്. എന്നുവെച്ചൊരു പാലത്തിൻ്റെ അപ്പുറത്ത് ഹിമാചലിൻ്റെ ബോർഡറാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഹിമാചലിൽ കിടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബൈ.